ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഓടിച്ചാടി വന്നേ. അപ്പോഴേ ഇതൊരു കുക്കിംഗ് വീഡിയോ ആണെന്ന് നിങ്ങൾ വിചാരിച്ചില്ലേ? സോറി, ഇത് കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ. അപ്പം ഞാൻ പറയാൻ പോകുന്നത് പെട്ടെന്ന് എങ്ങനെ നമുക്ക് അടുക്കളയിലെ പണികളൊക്കെ തീർത്തിട്ട് അടുക്കള വിടാം. ഞാൻ ഒരു മണിക്കൂർ എടുത്തിട്ട് എല്ലാ പണികളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണോ നോക്കിയാലോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചോറിന് വെള്ളം വെച്ചിട്ട് ചോറിന് അടപ്പിട്ടിട്ടുണ്ട്. അത് കുറച്ച് സമയം എടുക്കുന്ന പണിയുണ്ട്. അപ്പം നമുക്ക് തേങ്ങ തിരുമ്മി വറക്കാം. ഞാൻ തീയൽ വെക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങ തിരുമ്മി വറക്കാൻ വെച്ചേക്കുന്നത്. പണ്ടൊക്കെ ഞാനിങ്ങനെ തേങ്ങ വറക്കാൻ നിൽക്കുമ്പോൾ ആ ഒരു പണി മാത്രം എടുത്തിട്ട് അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കുറേ സമയം കളയുമായിരുന്നു. ഇപ്പം ഞാൻ പഠിച്ചു ടെക്നിക്ക്. നമ്മൾ അടുത്ത് നിന്നിട്ട് തീയലിലേക്കുള്ള ഉള്ളിയും ഒക്കെ നന്നാക്കി എടുക്കാം. പിന്നെ അല്ലാണ്ട് ഒരുമിച്ച് നന്നാക്കി ഫ്രിഡ്ജിൽ വെക്കുന്നവരുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ വെക്കാത്ത ഒരാളാണ്. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ എങ്ങനെ ചെയ്യാമെന്നാണ്. അപ്പോൾ ഉള്ളി നന്നാക്കി സമയം കുറേ കളയുന്നതിന് പകരം ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാം. നേരത്തെ ഞാൻ തേങ്ങ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഇളക്കണ്ട കേട്ടോ. 2 മിനിറ്റ് 3 മിനിറ്റ് ഗ്യാപ്പ്, 2 മിനിറ്റ് അല്ല, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഞാൻ കണ്ടോ ഇളക്കിളന്ന് വീണ്ടും പൊളിക്കുന്നു. അങ്ങനെ നമുക്ക് പെട്ടെന്ന് തേങ്ങായും വറുത്ത് കഴിയും, നമ്മുടെ ഉള്ളിയും പൊളിച്ച് കഴിയും. അപ്പം ഞാൻ അതോട്ട് ഇട്ടത് പെരിഞ്ചീരകമാണ് കേട്ടോ. പെരിഞ്ചീരകം ഇട്ടു. ഇപ്പം ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു. എന്നിട്ട് അത് തണുക്കാൻ വെക്കണം. ചൂടാക്കിയിട്ട് ആ ചൂടിൽ തന്നെ അതായിക്കോളും. അവിടുന്ന് അത് തണുത്തോളും. അപ്പോൾ അത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേറെയും പണിയുണ്ട്. അങ്ങനെ പണികൾ ഒരുമിച്ച് അങ്ങ് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അല്ലാണ്ട് ഒരു പണി നമ്മളെടുക്കുക, കുറേ സമയം അത് മാത്രം എടുക്കുക, സമയം കളയുക, അങ്ങനെ വേണ്ട. അപ്പോൾ അത് നമ്മൾ ആ ജാറിലിടണമെങ്കിൽ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോകണമല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് പൊളിച്ച സാധനങ്ങളെല്ലാം കഴുകിയിട്ട് അരിഞ്ഞിട്ടെടുക്കാം. അപ്പോൾ അങ്ങനെ അത്രയും സമയം നമ്മൾ കളയുന്നില്ല. സമയം ഒന്നും കളയാണ്ട് തന്നെ തീയലെന്നൊക്കെ പറയുമ്പോൾ ചിലർക്ക് ബാലി കയറാൻ മലയാണ് കേട്ടോ. എനിക്ക് ഈസി ആണെന്ന് എനിക്ക് തോന്നുന്നു എപ്പോഴും തീയലൊക്കെ വെക്കാൻ വേണ്ടി. അപ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് തണുത്തിട്ടുണ്ട്. നമുക്കിത് ജാറിലോട്ട് മാറ്റാം. സെയിം സമയം നമ്മൾ ചട്ടി കഴിയിട്ട് ചൂടാവാൻ വെക്കാം. വെള്ളമൊക്കെ വെച്ചിട്ട് ചട്ടി ഒന്ന് ചൂടാവണമല്ലോ എണ്ണ ഒഴിക്കാൻ വേണ്ടി. അപ്പോഴത്തേക്ക് നമുക്കിതൊന്നും അത് ചൂടാവുന്ന ഒരു സമയം കൊണ്ട് നമുക്കിതൊന്ന് കറക്കി എടുക്കാം. അപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അത് ഒറ്റ കറക്കിയിട്ടുള്ളൂ. ഞാൻ അതൊന്ന് നീക്കിയിട്ടിട്ട് വീണ്ടും ഒന്നുകൂടെ കറക്കിയാലേ ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് റോസ്റ്റ് ആയിട്ടില്ലെങ്കിൽ എണ്ണ തെളിഞ്ഞ് വരത്തില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ചട്ടിയിലെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് അരഞ്ഞു വന്നില്ലെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അരച്ചാൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടും കേട്ടോ. വെള്ളം ഒഴിച്ചൊരിക്കലും തീയലിനൊന്നും റെഡിയാക്കരുത്. ഇത്തിരി എണ്ണ ഒഴിച്ചാൽ മതി. ഇത്തിരി എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ എണ്ണയിട്ട് ഒഴിച്ച് കടുവൊക്കെ ഇട്ടിട്ടുണ്ട്. കടുവ് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കിത് വീണ്ടും അരിഞ്ഞ് വെച്ച സാധനങ്ങൾ തട്ടിക്കൊടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും അവിടെ അരപ്പ് ബാക്കി ഒന്നും കൂടെ അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയും ഞാനിതുവരെ കൊഞ്ച് പൊളിച്ചിട്ടില്ല. നമുക്ക് പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കാം. തക്കാളി ഇടുന്നില്ല. അതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. എന്നെ പഠിപ്പിച്ച ആൾ അങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചത്. തക്കാളി ആദ്യം ഇട്ടുകൂടാന്ന്, ഇതെല്ലാം ഒന്ന് വഴന്നിട്ട് മാത്രമേ തക്കാളി ഇടാമെന്നുള്ളതാണ് ഇനി എന്നെ ക്ലാസ് എടുത്ത ആൾ പഠിപ്പിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പോകുന്നത്. ഇനി അതുകൊണ്ട് ഇതിന് ടേസ്റ്റ് മാറണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇത്തിരി ഉപ്പിട്ടിട്ടാണ് ഞാനിത് അടച്ചു വെക്കുന്നത്. അതൊന്നായിട്ട് വീണ്ടും നമുക്ക് ആ തക്കാളിക്കയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഞാൻ ഇളക്കി കൂട്ടി ഉപ്പെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയം നമുക്ക് കളയാനില്ല. നമ്മൾ കൊഞ്ച് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതെല്ലാം തട്ടി പാത്രത്തിലിട്ട് ഒന്ന് വെച്ചേച്ച് കൊഞ്ചൊക്കെ പിച്ചി പറിച്ചൊക്കെ എടുക്കാം ഈ സമയം കൊണ്ട്. അപ്പോൾ കുറച്ചെണ്ണം എടുത്തിട്ട് ഞാൻ കൈ കഴുകിയിട്ട് പോയിട്ട് തക്കാളിക്ക് ഇടാൻ പോയിട്ടുണ്ട്. പക്ഷേ അത് തന്നെ ഇത് ഇട്ടാൽ മതിയായിരുന്നു. ഞാൻ അങ്ങനെയാണ് ഫോളോ ചെയ്യുന്നതെന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ തന്നെ ഞാൻ മുമ്പോട്ട് പോകുന്നത്. ടേസ്റ്റ് മാറണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ തക്കാളിക്ക് ഇട്ട് ഒന്നുകൂടെ അടച്ച് വെച്ച് കുറച്ച് സമയമായപ്പോഴത്തേക്ക് ഞാൻ കൊഞ്ചൊക്കെ പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വൃത്തിയാക്കിയെല്ലാം എടുത്തിട്ടുണ്ട്. പെട്ടെന്നാണ്, വലിയ കൊഞ്ചായതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊളിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതും ഇപ്പോഴും ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് വാടിയൊക്കെ വരണം. അപ്പോൾ അതിന് സമയം എടുക്കും. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട കൊഞ്ചിന് വേവാനായിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് വീണ്ടും ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് ഞാൻ വീടൊക്കെ ഒന്ന് തൂത്ത് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതൊന്ന് വാടിയപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടാണ് വീടെല്ലാം വൃത്തിയാക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കടച്ചക്കയൊക്കെ ചെത്തി തിന്നുന്നുണ്ട്. വീടൊക്കെ തൂത്തിട്ട് വന്നിട്ട് അപ്പോൾ രാവിലെ തോരനും അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഈ ഒരു കറി മാത്രം വെച്ചാൽ മതി. ഇടയ്ക്ക് ചോറ് വേവുന്നത് അതടച്ചിട്ട് അങ്ങനെയുള്ള വേറെ പാത്രം കഴുകുന്ന പണികളെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതെല്ലാം വെന്ത് വന്നു. അപ്പോൾ നമുക്ക് അരപ്പരച്ചത് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് കലക്കി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് കുറച്ച് സമയം ഇരിക്കണം. ഞാൻ ചെറിയ തീയിലാണ് കേട്ടോ ഇതെല്ലാം വെക്കുന്നത്. തീ കൂട്ടിയിട്ടിട്ടൊന്നും ഇതൊന്നും ചെയ്യാറില്ല. വളരെ സിമ്മിലാണ് തീ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ വീണ്ടും എണ്ണ തെളിഞ്ഞ് വരാൻ ഇച്ചിരി സമയം എടുക്കും. ആ സമയത്തിട്ട് ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എണ്ണ തെളിഞ്ഞ് കറിയൊക്കെ കുറച്ച് ഒരുപാട് ഇങ്ങനെ വെള്ളം പോലെ കല്ല ഒന്ന് കുറുകിയിട്ടാണ് ഇരിക്കുന്നത്. ഇതിന് തീ ഓഫാക്കുമ്പോൾ ഒന്നുകൂടെ കുറുകും കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് എൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വീടൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. പാത്രമൊക്കെ കഴുകിയിട്ടുണ്ട്. ചോറ് വെന്തിട്ടുണ്ട്. എൻ്റെ കുളി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചോറുണ്ടാൽ മാത്രം മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.